ഗ്ലോബൽ വില്ലേജിൻ്റെ 30th സീസൺ ഓപ്പൺ ആയ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്ന? നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ അവിടെ പോയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഈ പ്രാവശ്യം എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 5:30 ആ ടൈമൊക്കെ ആയിക്കാണ്. ആക്ച്വലി ഗ്ലോബൽ വില്ലേജ് 4 മണിക്ക് ഓപ്പൺ ആവും. നമ്മൾ ലേറ്റായിട്ടാണ് പോയത്. സോ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ആൻഡ് വണ്ടിയായിട്ടൊക്കെ പോണവർ P1 പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യണതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ P1 പാർക്കിംഗ് എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. സോ നിങ്ങളുടെ വണ്ടിയൊക്കെ മിസ് ഔട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും കൂടുതൽ നല്ലത്. സോ കയ്യിൽ ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ തിരഞ്ഞെടുക്കണ്ട. ആൻഡ് ഇവിടെ ഇവരൊരു ഡ്രോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡ്രീം ദുബായ് എന്ന് പറയുന്നൊരു ഡ്രോ ആണ്. അതിൽ ഏതോ ഒരു പ്രൈസാണ് ഈ കാറ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഹാപ്പിനെസ് ഗേറ്റിലൂടെ കയറിയാൽ നിങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. നടക്കാൻ മടിയുള്ളവർക്ക് ഈ വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുക. എന്തൊരു എമൗണ്ട് കൊടുത്താലും ഈ വണ്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ വണ്ടി ആക്സസ് ചെയ്യണമെങ്കിൽ ഹാപ്പിനെസ് ഗേറ്റിലൂടെ തന്നെ കയറണം. നമ്മൾ മെയിൻ എൻട്രൻസിലൂടെയാണ് കയറിയത്. അങ്ങനെ നമ്മൾ ഒരു അപ്പുക്കുട്ടന് ഹായൊക്കെ കൊടുത്ത് നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നമ്മൾ ഫസ്റ്റ് കണ്ടത് തുർക്കിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ എൻട്രി ടിക്കറ്റിൽ ആ QR സ്കാൻ ചെയ്താൽ നമുക്ക് ഈ ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ തുർക്കിയിൽ കയറാൻ പോകുന്നത്. ഇതാണ് ഒരു ടർക്കിഷ് ഐസ്ക്രീം എന്ന് പറയും. ഇതൊരു ഫേമസ് ആണ്. നെക്സ്റ്റ് നമ്മൾ തുർക്കിയിൽ തന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഓർണമെൻറ്റ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ കൾച്ചേഴ്സ്, അവർ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, പിന്നെ അവരുടെ കോസ്റ്റ്യൂംസ്, അത് നമുക്കൊരു ഹായൊക്കെ കിട്ടി. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോയത്. നമ്മൾ നെക്സ്റ്റ് പോയത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലും ഇതേപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഫുഡ് ഐറ്റംസ്, അവർ കഴിക്കുന്ന ഫുഡ്, അവരുടെ നട്ട്സ്, അവിടെ ഫേമസ് ആയിട്ടുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റിയത്. ആൻഡ് അപ്പോൾ നമ്മൾ പാനിപ്പൂരി കഴിച്ചിട്ട് കുറേ അയക്കണം. നമ്മളിവിടെ നിന്ന് നമുക്ക് നാട്ടിലത്തെ ടൈപ്പ് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ നമുക്കത് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പറ്റി. സോ അതാണ്, ഇറ്റ് വാസ് ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ഒരു ടർക്കി ഷവർമ കൂടി ട്രൈ ചെയ്ത്. ആദ്യം ഞാൻ കൊള്ളാമെന്നൊക്കെ പറയണ്ടെങ്കിലും പക്ഷേ എനിക്കത് പേഴ്സണലി ഇഷ്ടമായില്ല. വൻ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് UAE പോയിക്കൊണ്ടിരിക്കുന്നത്. UAE ഫ്രണ്ടിൽ തന്നെ പെർഫ്യൂംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് UAE പെർഫ്യൂംസിൻ്റെ രാജ്യമാണല്ലോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് ശ്രീലങ്കയിലാണ്. ഒരു ശ്രീലങ്കൻ ഡാൻസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. ആൻഡ് ഇത് പറയണത് പണ്ടത്തെ അറബികളുടെ ലൈഫ് സ്റ്റൈലാണ്. അതിവിടെ ഒരു ഒട്ടക്കൊക്കെ ഉണ്ട്. ഇതെന്ത് ബേർഡാണെന്ന് അറിയാവുന്നവർ ഡു കമൻറ്റ്. അങ്ങനെ നമ്മൾ അറബികളുടെ ലൈഫ് സ്റ്റൈലും എക്സ്പ്ലോർ ചെയ്ത് നമ്മളങ്ങനെ ഇറങ്ങി. നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോയത് ദിവാലിൻ്റെ തലേ ദിവസമായിരുന്നു. ആൻഡ്
നെക്സ്റ്റ് നമ്മൾ പോയത് സ്റ്റൺ ഷോ കാണാനായിരുന്നു. എനിക്ക് പോയിട്ട് അവിടെ കൂടുതൽ ഇഷ്ടമായത്, ലൈക്ക് എനിക്ക് പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്തത് ഈ സ്റ്റൺ ഷോ ആയിരുന്നു. ഇപ്പം നമ്മൾ സ്റ്റൺ ഷോയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് ആൻഡ് കാർ റേസ് ആൻഡ് ഇത് അടിപൊളിയായിരുന്നു. 15 മിനിറ്റ്സ് എന്തോ വരുന്ന 15 or 10 മിനിറ്റ്സ് എന്തോ വരുന്ന ഈ ഷോ. ബട്ട് ഓസായിരുന്നു. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിരിക്കണമായിരുന്നു. ഫൈനലി നമ്മുടെ സ്റ്റൺ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് സിറിയയിലോട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഡാൻസ് ഷോ കണ്ടപ്പോൾ അവിടെ പോയി. ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ നമ്മളവിടെ കണ്ട്. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പോയത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങൾ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കുറേ രാജ്യങ്ങളൊന്നും നമ്മൾ കയറിയില്ല. നമ്മൾ കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കയറി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഇതേമാതിരി കുറേ സ്ഥലത്തൊക്കെ കയറി, പക്ഷേ എവിടെയാണെന്ന് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ യമൻ, ഈജിപ്റ്റൊക്കെ നമുക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത്ര നടന്ന ക്ഷീണത്തിൽ നമ്മളങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ച്, പിന്നെ അവിടെ ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കണുണ്ട്. സോ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് നിന്ന്. നെക്സ്റ്റ് നമ്മൾ പോയത് ഇറാഖിലാണ്. ഇറാഖിൽ പോയപ്പോൾ നമുക്ക് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസൊക്കെ കാണാൻ വേണ്ടി പറ്റി. ഒരു വയ്യാത്ത ആളെ എൻജോയ് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. സോ ഇവിടെ എല്ലാവരും ഭയങ്കര അറ്റൻറ്റീവായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു എല്ലാവരും. നെക്സ്റ്റ് നമ്മൾ പോയത് ചൈനയിലോട്ടാണ്. ഈ ഏഷ്യ ബോളിവുഡ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കുള്ള. ഐ തിങ്ക് ഇത് പുതിയതാണ് തോന്നുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ചൈനയിലോട്ടാണ് പോയത്. ബിക്കോസ് ചൈനൻ്റെ ആ ഒരു തീം കണ്ടിട്ട് നമ്മൾ കയറിയതാണ്, ഒരു റെഡിഷ് തീം. സോ നമ്മൾ ചൈനയിൽ കയറി. എൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ആഫ്രിക്കയിലാണ്. അവിടെ നിന്ന് ഷിയ ബട്ടറൊക്കെ ടെസ്റ്റ് ചെയ്തു. ബിക്കോസ് ഒറിജിൻ ഓഫ് ഷിയ ബട്ടർ ആഫ്രിക്ക ആണല്ലോ. സോ നമ്മളവിടെ നിന്ന് ഷിയ ബട്ടറൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മളതൊക്കെ വാങ്ങി യൂറോപ്പിലോട്ട് പോയി. നെക്സ്റ്റ് അമേരിക്കയിൽ പോയി. പിന്നെ എക്സോ പ്ലാനറ്റ് സിറ്റി ഉണ്ട്. അവിടെ ഇതേമാതിരി സോളാർ റിലേറ്റഡ് എന്തോ ആണ്. ഇതുവരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം കയറണം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ റഷ്യ കണ്ടു. പിന്നെ ഇവിടെ കുറേ ഗെയിം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട്. സോ നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ദ ഹോൾ വേൾഡ് ഇൻ വൺ പ്ലേസ് എന്നൊക്കെയാണ് പറയാറ്.
സോ നമുക്ക് എല്ലാ കൺട്രീസിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ കയറാൻ പറ്റുന്ന കൺട്രീസിലൊക്കെ കയറിയിട്ട് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ഓരോ കൺട്രിയിലും അവരുടെ വേ ഓഫ് ലിവിങ്, അവരുടെ കൾച്ചേഴ്സ്, അവർ കഴിക്കുന്ന ഫുഡ്, അവിടെ എന്തൊക്കെ ഫേമസ് ആണോ അതൊക്കെ നമുക്ക് ഓരോ കൺട്രീസിലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മളിവിടെ ഹാലോവീനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് ഇന്ത്യയിൽ കൂടി കയറിയിട്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കണതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.